പോർച്ചുഗീസ് ആൻഡ് പിന്നീട് കോലത്ത് നാടിൻ്റെ സപ്പോർട്ടൊക്കെ പോർച്ചുഗീസിന് കിട്ടും. അതിലേക്ക് നമുക്ക് വരാം. എന്തായാലും സാമൂതിരിക്ക് മാത്രമായിരുന്നു കുറച്ചെങ്കിലും ഇവർക്ക് യുണൈറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ പറ്റുമോ, പക്ഷെ അതും എന്ത് ചെയ്തില്ല. ഹലോ എവരിവൺ, വെൽക്കം ടു എൻട്രി ക്ലാസ്സസ്. നമ്മൾ കേരള ഹിസ്റ്ററിയുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ ഒരു ടോപ്പിക്കിലേക്ക് കയറുകയാണ്. അഡ്വന്റ് ഓഫ് യൂറോപ്യൻസ് ടു കേരള എന്ന് പറയുന്ന ടോപ്പിക്. അതായത് കേരളത്തിലേക്കുള്ള യൂറോപ്യൻസിൻ്റെ ഒരു കടന്നുവരവുള്ള കാലഘട്ടമാണ് അഡ്വന്റ് ഓഫ് യൂറോപ്യൻസ് ടു കേരള എന്ന് പറയുന്ന ടോപ്പിക്ക്. കേരള ഹിസ്റ്ററിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹിസ്റ്റോറിക്കൽ ബിഗിനിങ് ആണ്. അതായത് മിഡീവിയൽ കേരളയിൽ നിന്ന് മോഡേൺ കേരളയിലേക്കുള്ള ഒരു ഷിഫ്റ്റാണ്. നമ്മൾ സിലബസ് വൈസ് നോക്കുകയാണെങ്കിൽ അഡ്വന്റ് ഓഫ് യൂറോപ്യൻസ് ടു കേരള എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്. അപ്പോൾ ഇതിൽ നിന്ന് മോഡേൺ കേരളയിൽ നിന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് കുറച്ചധികം ബാക്കോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അഡ്വന്റ് ഓഫ് യൂറോപ്യൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്ന് ഭാഗമായിട്ട് ചോദിക്കാം. അതേപോലെ കുറേ പേഴ്സ്പെക്റ്റീവ് ചേഞ്ചസ് ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. സോഷ്യൽ ആൻഡ് എക്കണോമിക്കൽ പൊളിറ്റിക്കൽ സിനാരിയോസിൽ വലിയ മാറ്റം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ നിന്ന് എന്താണ് കുറച്ചുകൂടി അനലറ്റിക് ആയിട്ടുള്ള ചോദ്യങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാലും അഡ്വന്റ് ഓഫ് യൂറോപ്യൻസ് ടു കേരള എന്ന് പറയുന്നത് കേരള ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. സോ ഒരുപാട് പുതിയ കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ തുടക്കത്തിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഏജ് ഓഫ് നാടുവായിസിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് അഡ്വന്റ് ഓഫ് യൂറോപ്യൻസ് ടു കേരള എന്ന് പറയുന്ന ഒരു ടോപ്പിക്. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അഡ്വന്റ് ഓഫ് യൂറോപ്യൻസ് അല്ലെങ്കിൽ പോർച്ചുഗീസ്, ഡച്ച്, ഫ്രഞ്ച് ആൻഡ് ഇംഗ്ലീഷ് മാർക്ക്ഡ് ദ ബിഗിനിങ് ഓഫ് എ ന്യൂ അപ്രോച്ച് ഇൻ ദ ഹിസ്റ്ററി ഓഫ് കേരള. ഹിസ്റ്ററി ഓഫ് കേരളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇവന്റ് ആയിരുന്നു അഡ്വന്റ് ഓഫ് യൂറോപ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അഡ്വന്റ് ഓഫ് യൂറോപ്യൻസ് എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പോർച്ചുഗീസുകാർ, ഡച്ച്, ഫ്രാൻസ്, അതേപോലെ ബ്രിട്ടീഷേഴ്സ് കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റും കേരളത്തിലേക്ക് നടത്തിയിട്ടുള്ള എക്സ്പെഡിഷൻസും അതും ഉണ്ടാക്കിയിട്ടുള്ള സോഷ്യൽ, എക്കണോമിക്കൽ, പൊളിറ്റിക്കൽ ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെയാണ് അഡ്വന്റ് ഓഫ് യൂറോപ്യൻസ് പറയുന്നത്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതുമായിട്ട് ചേർന്ന് പോകുന്ന കുറച്ച് ഡിസ്കഷൻ പോയിന്റ് ഉണ്ട്. അതായത് ആ കാലഘട്ടത്തിൻ്റെതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യപ്പെടുന്ന ചില ഇവൻറ്റുകൾ, ചില പേഴ്സണാലിറ്റീസ് ഒക്കെയും തന്നെ ഈ അഡ്വന്റ് ഓഫ് യൂറോപ്യൻസിൻ്റെ ഭാഗമായിട്ട് വരും. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ മോഡേൺ കേരളയിലേക്കുള്ള ഒരു ബിഗിനിങ്. മോഡേൺ കേരള എന്ന് പറയുന്നത് ഈ സിലബസിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ സ്ട്രഗിൾ അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് തുടങ്ങുന്ന ഒരു കാലഘട്ടം മുതലാണ് മോഡേൺ കേരളയായിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതുവരെയുള്ള പോയിന്റുകളൊക്കെയും തന്നെ അഡ്വന്റ് ഓഫ് യൂറോപ്യൻസ് ആണ്. പോർച്ചുഗീസ്, ഡച്ച്, ഫ്രാൻസ് ഒക്കെയും തന്നെ അഡ്വന്റ് ഓഫ് യൂറോപ്യൻസിൻ്റെ ഒരു കാലഘട്ടത്തിലായിട്ടാണ് നമ്മൾ ഒരു സിലബസിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മോഡേൺ കേരള ആരംഭിക്കുന്നത് ആ ഒരു ബിഗിനിങ് സ്റ്റേജ് ഓഫ് ദ സ്ട്രഗിൾ എഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് എന്നുള്ളതിലാണ് മോഡേൺ കേരള ആരംഭിക്കുന്നത്. അപ്പോൾ അഡ്വന്റ് ഓഫ് യൂറോപ്യൻസ് എന്ന് വെച്ചാൽ പോർച്ചുഗീസ്, ഡച്ച്, ഫ്രാൻസ് ആൻഡ് ഇംഗ്ലീഷുകാരുടെ ഒരു കടന്നുവരമായിരുന്നു. ആൻഡ് ദാറ്റ് സ്റ്റാർട്ടഡ് എ ന്യൂ അപ്രോച്ച് ഇൻ ദ ഹിസ്റ്ററി ഓഫ് കേരള. കേരളത്തിൻ്റെ ഹിസ്റ്ററിയിൽ വളരെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള, അല്ല വളരെ വലിയ ഡിഫറൻസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇവന്റ് കൂടിയായിരുന്നു ഈ ഒരു ഇവന്റ് എന്ന് പറയുന്നത്. എന്താണ്? ഇറ്റ് പുട്ട് കേരള ഫേംലി ഓൺ ദ പൊളിറ്റിക്കൽ മാപ്പ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ അത് വലിയൊരു ചേഞ്ചാണ്. അതായത് കേരള ഹിസ്റ്ററി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ സിനാരിയോ എന്ന് പറയുന്നത് ഇന്ത്യൻ പൊളിറ്റിക്കൽ സിനാരിയോയിൽ നിന്ന് എപ്പോഴും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സിനാരിയോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഒരു പൊളിറ്റിക്കൽ മാപ്പ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഹിസ്റ്റോറിക്കലി നമ്മൾ കേരളത്തിനെ കൺസിഡർ ചെയ്യുമായിരുന്നില്ല. അതായത് ഇന്ത്യയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ആയിരുന്നില്ല കേരളത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഹിസ്റ്റോറിക്കൽ പൊളിറ്റിക്കൽ മാപ്പിൽ കേരളം ഉണ്ടായിരുന്നില്ല. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇന്ത്യയിൽ ഉണ്ടാവുന്ന ഗ്രാജുവലായിട്ട് ഉണ്ടാവുന്നതും സ്പോണ്ടേനിയസ് ആയിട്ടുണ്ടാകുന്ന ചേഞ്ചുകൾ കേരളത്തിലേക്ക് എത്തുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അഡ്വന്റ് ഓഫ് യൂറോപ്യൻസ് ടു കേരള വന്നതോടുകൂടി ഇന്ത്യയെ തന്നെ അല്ലെങ്കിൽ ഏഷ്യയെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വലിയ ഇവന്റിന് കേരളം സാക്ഷിയായി. അങ്ങനെ ഇന്ത്യയുടെ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്റോറിക്കൽ മാപ്പിലേക്കും കൂടി കേരളത്തിനൊരു എൻട്രൻസ് ഉണ്ടായി എന്നുള്ളതാണ്. സോ ആ തരത്തിൽ ഇന്ത്യയുടെ ഹിസ്റ്ററിയെ, ഏഷ്യയുടെ ഹിസ്റ്ററിയെ, യൂറോപ്യൻ ഹിസ്റ്ററിയെ ഒക്കെയും ഇമ്പാക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഭയങ്കര വലിയ ഇവന്റ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ അഡ്വന്റ് ഓഫ് യൂറോപ്യൻസ് ടു കേരള എന്ന് പറയുന്നത്. ദാറ്റ് ഹാപ്പൻഡ് ഇൻ കേരള എന്നുള്ളതാണ് കേരള ഹിസ്റ്ററിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കുള്ള ബന്ധം. And the arrival of Vasco da Gama to Kappad near Calicut in May 1498 inaugurated the ഡി ഗാമ അപ്രോച്ച് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഏഷ്യ. ഹിസ്റ്ററി ഓഫ് ഏഷ്യയിൽ തന്നെ ഒരു വലിയ ബിഗിൻ സ്റ്റേജ് ആയിരുന്നു 1498 വാസ്കോ ഡ ഗാമ കേരളത്തിലേക്ക് വന്നിട്ടുള്ളത്. അത് ഒരു പുതിയ സീ റൂട്ട് ഫ്രം ഡയറക്റ്റ് യൂറോപ്പ് ടു കേരള, യൂറോപ്പിൽ നിന്ന് ഡയറക്റ്റ് ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ഏഷ്യയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് ഒരു ഡയറക്റ്റ് സീ റൂട്ട് ഉണ്ടാവുക എന്ന് പറയുന്നത് ആ സമയം വരെ ഉണ്ടായിരുന്ന വേൾഡ് ഹിസ്റ്ററിയെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന തരത്തിൽ വലിയൊരു ഇവന്റ് ആയിരുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ പോർച്ചുഗീസ് ഡൊമിനൻസ് ഉണ്ടാവുന്നു, കേരളത്തിൽ പോർച്ചുഗലിൻ്റെ ഒരു ഭരണം ഉണ്ടാവുന്നു, അല്ലെങ്കിൽ പോർച്ചുഗീസ് സൊസൈറ്റിയുമായിട്ട് ഒരു ഇന്റർമിക്സിങ് ഉണ്ടാവുന്നു. ആ തരത്തിൽ സോഷ്യൽ ചേഞ്ചസ് ഉണ്ടാവുന്നു, കൾച്ചറൽ ചേഞ്ചസ് ഉണ്ടാവുന്നു, പൊളിറ്റിക്കൽ ചേഞ്ചസ് ഉണ്ടാവുന്നു. ഇതിനൊക്കെ കാരണമായിട്ടുള്ള ഒരു ഇവന്റ് ആണ് പോർച്ചുഗീസുകാരുടെ വരവ്. അത്തരത്തിൽ വലിയ ചേഞ്ചസ് ആണ് ഈ ഒരു വാസ്കോ ഡ ഗാമയുടെ ഈ എൻട്രൻസ് കൊണ്ട് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. നോട്ട് ഈവൻ ഇൻ ദ മിഡിൽ ഏജസ് ഹാഡ് സച്ച് എ നോ ഇവന്റ് ഡ്യൂറിംഗ് ദ മിഡിൽ ഏജസ് had such a far-reaching repercussions on the world as the opening of a sea route to India, says Cambridge History. Cambridge ഹിസ്റ്ററിയിലൊക്കെ പറയുന്നത് വേൾഡ് ഹിസ്റ്ററിയിൽ തന്നെ ഇന്ത്യയിലേക്ക് ഒരു സീ റൂട്ട് കണ്ടുപിടിക്കുക എന്നതിലപ്പുറം അത്രയും
അത്രത്തോളം ഇമ്പാക്റ്റ് ഓൺ വേൾഡ് ഹിസ്റ്ററി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇവന്റ് മിഡീവിയൽ ഏജിൽ വേറെ ഇല്ല എന്നാണ് എന്ത് പറയുന്നത് വേൾഡ് ഹിസ്റ്റോറിയൻസ് പറയുന്നത്. സോ ആ തരത്തിൽ വലിയൊരു ഇവന്റ് ആയിരുന്നു. ആൻഡ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ കേരള എന്നുള്ളതാണ് അഡ്വന്റ് ഓഫ് യൂറോപ്യൻസ് ടു കേരള എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ടോപ്പിക്കിൽ നമുക്കറിയാം ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ടോപ്പിക്കിൽ അറിയാം അല്ലേ. അഡ്വന്റ് ഓഫ് യൂറോപ്യൻസ് ടു ഇന്ത്യ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നമ്മൾ വാസ്കോ ഡ ഗാമയെ പറ്റിയും പോർച്ചുഗലിനെ പറ്റിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഫ്രഞ്ച് ഡൊമിനേഷൻ ഇന്ത്യ, ഡച്ച് ഡൊമിനേഷൻ ഇന്ത്യ, പോർച്ചുഗീസ് ഡൊമിനേഷൻ ഇന്ത്യ ഒക്കെ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്നതാണ്. പക്ഷേ അതിൻ്റെ ഒരു കേരള പെർസ്പെക്റ്റീവ് മാത്രമാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് കേരള ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൻ്റെ ചട്ടക്കൂടിൽ വരുന്ന അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിൻ്റെ ഫോർമാറ്റിൽ വരുന്ന അഡ്വന്റ് ഓഫ് യൂറോപ്യൻസിൻ്റെ കഥ മാത്രമാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് അഡ്വന്റ് ഓഫ് യൂറോപ്യൻസിൻ്റെ കഥ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. അത് നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് പഠിച്ചു പോകാം. ഓക്കെ, സോ കേരള ഓൺ ദ ഈവ് ഓഫ് അഡ്വന്റ് ഓഫ് യൂറോപ്പ്. അഡ്വന്റ് ഓഫ് യൂറോപ്യൻസ് നടക്കുന്ന സമയത്ത്, അതായത് പോർച്ചുഗീസുകാരുടെ വാസ്കോ ഡ ഗാമയുടെ നേതൃത്വത്തിൽ ഒരു പോർച്ചുഗീസ് എക്സ്പെഡിഷൻ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് വാട്ട് വാസ് ദ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ കണ്ടീഷൻ ഓഫ് കേരള? ആ ഒരു സമയത്ത് കേരളത്തിൻ്റെ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു എന്ന് നോക്കാം. കേരള ഓൺ ദ ഈവ് ഓഫ് അഡ്വന്റ് ഓഫ് യൂറോപ്യൻ പ്രസന്റഡ് എ ട്രാജിക് പിക്ചർ ഓഫ് ഫ്യൂഡൽ പൊളിറ്റി. അതായത് ഏത് എക്സ്പെഡിഷൻസ് ഉണ്ടാവും, ഏത് ഇൻവേഷൻ ഉണ്ടാവുന്നതും കാരണം എന്ന് പറയുന്നത്, ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഫ്രാഗ്മെന്റഡ് പൊളിറ്റിയാണ്. ഓക്കെ, ഫ്രാഗ്മെന്റഡ് പൊളിറ്റി. എന്താ ഫ്രാഗ്മെന്റഡ് പൊളിറ്റി എന്ന് പറയുന്നത്? ഒരു സെൻട്രൽ പവർ ഇല്ലാതെ പവർ ഫ്രാഗ്മെന്റ് ചെയ്ത് കിടക്കുന്ന അല്ലെങ്കിൽ പവർ ചിന്നിച്ചെതറി കിടക്കുന്ന ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനെയാണ് ഫ്രാഗ്മെന്റഡ് പൊളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിലേക്ക് വരുന്ന ഒരു കാലഘട്ടം നമ്മൾ എടുത്ത് പരിശോധിക്കുക. 1500കളാണ് കേരളത്തിലേക്ക് വരുന്നത് അല്ലേ. കുലശേഖരാസിൻ്റെ കാലഘട്ടം കഴിഞ്ഞു, പെരുമാൾസിൻ്റെ കാലഘട്ടം കഴിഞ്ഞു. കേരള ആസ് എ യൂണിഫൈഡ് അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ കേരളത്തിൽ നിലനിൽക്കുന്നില്ല. നാടുവാഴിസുണ്ട്, പലതരത്തിലുള്ള നാടുവാഴിസുണ്ട്, തറവാടുകളും തറയും ഉണ്ട്, സങ്കേതങ്ങളും ഉണ്ട്. അങ്ങനെ പല പൊളിറ്റിക്കൽ ഓർഗനൈസേഷനാണ് കേരളത്തിലുള്ളത്. ആ തരത്തിൽ ഫ്രാഗ്മെന്റഡ് ആയിട്ടുള്ള ഒരു ഫ്യൂഡൽ പൊളിറ്റിയാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. സോ ദാറ്റ് മെയ്ഡ് ദ വേ ഓഫ് പോർച്ചുഗീസ് ഈസിയർ അല്ലേ. പോർച്ചുഗീസിൻ്റെ ഒരു വഴി എന്താക്കുകയായിരുന്നു, എളുപ്പമാക്കി കൊടുക്കുകയായിരുന്നു. കാരണം ഇവിടെ പോർച്ചുഗീസിനെതിരെ യുണൈറ്റ് ചെയ്തുകൊണ്ട് പോർച്ചുഗീസിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കേരളത്തിനുണ്ടായിരുന്നു. പക്ഷെ എന്തുണ്ടായിരുന്നില്ല, ആ ഒരു യൂണിറ്റി കേരളത്തിലുണ്ടായിരുന്നില്ല. അതൊരു വലിയ കാരണമാണ്. ആ ഒരു ഫ്യൂഡൽ പൊളിറ്റിയാണ് എന്നുണ്ടായിരുന്നത് കേരളത്തിലുണ്ടായിരുന്നത് ഡ്യൂറിങ് ദ ടൈം ഓഫ് ഇൻവേഷൻ ഓഫ് ദ പോർച്ചുഗീസുകാരുടെ കടന്നുവരവിൻ്റെ സമയത്ത് വളരെ ഫ്യൂഡൽ പൊളിറ്റി. അത് ഈ പോർച്ചുഗീസുകാർ തന്നെ ഈ നാട്ടുരാജ്യങ്ങൾ തമ്മിൽ പരസ്പരം ഉപയോഗിക്കാൻ തുടങ്ങി. ഈ പോർച്ചുഗീസുകാരുടെ സപ്പോർട്ടോട് കൂടി കോലത്തിരി സാമൂതിരിക്ക് വിഷൻ ഉണ്ടാക്കാൻ തുടങ്ങി. പോർച്ചുഗീസുകാർ കൊച്ചിയിൽ പോയിട്ട് കൊച്ചിയുടെ സപ്പോർട്ടോട് കൂടി സാമൂതിരി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അത് ആ രീതിയിൽ ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റാത്ത റൂളേഴ്സ് അല്ലേ, ഇവരുടെ ഒരു ഇമ്പാക്റ്റ് മനസ്സിലാക്കാൻ പറ്റാത്ത റൂളേഴ്സ് താൽക്കാലിക ലാഭത്തിന് വേണ്ടി പോർച്ചുഗീസുകാരോട് സഹകരിച്ചതും പോർച്ചുഗീസുകാരെ ഡിഫെൻഡ് ചെയ്യാൻ നോക്കാതിരുന്നതും ഒക്കെയും തന്നെ അഡ്വന്റ് ഓഫ് യൂറോപ്യൻസ് ഈസി ആക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഫ്രാഗ്മെന്റഡ് പൊളിറ്റി ഇവിടെ കേരളത്തിൽ പോർച്ചുഗീസുകാർക്ക് ഇത്ര ഡൊമിനൻസ് ഉണ്ടാക്കുന്നതിൽ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്താണ്, ദർ വാസ് നോ സെൻട്രൽ പവർ ഇൻ ദ കൺട്രി. കേരളത്തിൽ എന്തുണ്ടായിരുന്നില്ല, ഒരു സെൻട്രൽ പവർ ഉണ്ടായിരുന്നില്ല. കുലശേഖരാസ് ഇല്ലായിരുന്നു, പെരുമാൾസ് ഇല്ലായിരുന്നു. ആ രീതിയിൽ ഒരു സെൻട്രൽ പവർ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. ആൻഡ് കേരള വാസ് ഡിവൈഡഡ് ഇൻടു നമ്പർ ഓഫ് പെറ്റി പ്രിൻസിപ്പാലിറ്റീസ്, ഈച്ച് ഓഫ് ദം അണ്ടർ നാടുവായി ബട്ട് ഓയിങ് അലിജിയൻസ് ടു നൺ എന്നുള്ളതാണ്. കേരളത്തിലെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഇറ്റ് വാസ് ഡിവൈഡഡ് ഇൻ ടു ന്യൂമറസ് പ്രിൻസിപ്പാലിറ്റി, ഈച്ച് ഓഫ് അണ്ടർ ഈ സെപ്പറേറ്റ് റൂളേഴ്സ്, പലതരം റൂളേഴ്സിൻ്റെ കീഴിലുള്ള ഒരു ഹ്യൂജ് നമ്പർ ഓഫ് പ്രിൻസിപ്പാലിറ്റീസ് ആയിട്ട് അല്ലെങ്കിൽ ഹ്യൂജ് നമ്പർ ഓഫ് നാട്ടുരാജ്യങ്ങളായിട്ട് ഡിവൈഡ് ചെയ്ത് കിടക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഇതായിരുന്നു. ഒരു നാട്ടുരാജ്യത്തിനും മറ്റൊരു നാട്ടുരാജ്യത്തിനോട് കൂറുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഒരു നാട്ടുരാജ്യത്തിനും മറ്റൊരു നാട്ടുരാജ്യത്തിനോട് ഒരു യൂണിറ്റി മെന്റാലിറ്റി ഉണ്ടായിരുന്നില്ല. സോ കേരള വാസ് ഡിവൈഡഡ് ഇൻ ടു നമ്പർ ഓഫ് പെറ്റി പ്രിൻസിപ്പാലിറ്റീസ് ആൻഡ് ഈച്ച് ഓഫ് ദ മണ്ടർ നാടുവായി ബട്ട് ഓയിങ് അലീജിയൻസ് ടു നൺ, ആരുമായിട്ടും അലീജിയൻസ് ഉണ്ടായിരുന്നില്ല. ആൻഡ് ഓൺലി ത്രൂ റൂളർ, ആർക്കെങ്കിലും കുറച്ചെങ്കിലും ഒരു അതോറിറ്റി ഉണ്ടായിരുന്നെങ്കിൽ 3 റൂളേഴ്സിനാണ്. ആരൊക്കെയാണ്? കോലത്തുനാട്, കോഴിക്കോട്, അതേപോലെ വേണാട്. കോലത്തുനാടിൻ്റെ റൂളറായിരുന്ന കോലത്തിരി, അതേപോലെ കോഴിക്കോടിൻ്റെ റൂളറായിരുന്ന സാമൂതിരി അല്ലെങ്കിൽ സാമോറിൻ, അതേപോലെ വേണാടിൻ്റെ റൂളറായിരുന്ന തിരുവടി. ഈ തിരുവടി, അതിനടിക്കൽ തിരുവടികൾ നമുക്ക് നമ്മൾ കേട്ടില്ലേ. സോ തിരുവടി എന്ന് പറയുന്നത് വേണാടിൻ്റെ റൂളറെ ഡിനോട്ട് ചെയ്യുന്ന ഒരു ടേമാണ്. സോ വേണാടിൻ്റെ റൂളറായിരുന്ന തിരുവടി, അതേപോലെ കോഴിക്കോടിൻ്റെ റൂളറായിരുന്ന സാമൂതിരി, കോലത്തുനാടിൻ്റെ റൂളറായിരുന്ന കോലത്തിരി. ഇവർക്ക് 3 പേർക്കും അല്ലാതെ വേറെ ആർക്കും തന്നെ ഒരു കൈൻഡ് ഓഫ് ഇൻഡിപെൻഡൻസ് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് പ്രിവിലേജ് ഉണ്ടായിരുന്നില്ല, ഒരു പ്രൊമനൻസ് ഉണ്ടായിരുന്നില്ല, ഡൊമിനൻസ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ പലതരത്തിൽ സ്പ്ലിറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു നാട്ടുരാജ്യങ്ങളുടെ പൊളിറ്റിയിലേക്കാണ് ആര് എൻ്റർ ചെയ്തത്? പോർച്ചുഗീസുകാർ എൻ്റർ ചെയ്തത്. സോ ദാറ്റ് മേഡ് ദെയർ വേ ക്ലിയർ. അവർക്ക് വളരെ സുഖകരമായ ഒരു വഴി ഒരുക്കാനാണ് ഈ നാട്ടുരാജ്യങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുള്ളൂ. സോ അതാണ് ഇവരുടെ ഒരു
എൻട്രൻസ് എന്ന് പറയുന്നത്. മാത്രമല്ല കോലത്തുനാട് ആൻഡ് കൊച്ചി വാസ് ഓൾറെഡി അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് സാമൂതിരി. കോലത്തുനാടും കൊച്ചിയിലും സാമൂതിരിക്ക് ഡൊമൈൻസ് ഉണ്ടായിരുന്നു. 1500-കളാണ്. സാമൂതിരി ഒരു പവർഫുൾ എൻറ്റിറ്റി ആയിട്ട് മലബാർ കോസ്റ്റിലുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കോലത്തുനാട് ആൻഡ് കൊച്ചി വാസ് അണ്ടർ സാമൂതിരി എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് സാമൂതിരി എന്ന് പറയാൻ വേണ്ടി സാധിക്കും. സോ കൊച്ചിക്കും കോലത്തുനാടിനും സ്വന്തമായിട്ട് എക്സിസ്റ്റൻസ് ഉണ്ടായിരുന്നില്ല. ആൻഡ് ദർ വർ മൈനർ ചിഫ്റ്റൻ ലൈക്ക് രാജാസ് ഓഫ് താനൂര്, മങ്കത്ത്, കൊടുങ്ങല്ലൂർ, എടപ്പള്ളി, വടക്കുംകൂർ ആൻഡ് കൊല്ലം. മാത്രമല്ല മൈന്യൂട്ടായിട്ടുള്ള വളരെ മൈനറായിട്ടുള്ള ഒരുപാട് നാടുവാഴികൾ ഉണ്ടായിരുന്നു. താനൂര്, മങ്കത്ത്, കൊടുങ്ങല്ലൂർ, എടപ്പള്ളി, വടക്കുംകൂർ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് നാടുവാഴികൾ ഉണ്ടായിരുന്നു. ഈ നാടുവാഴികൾക്കൊന്നും തന്നെ ഒരു സെൻട്രൽ പവർ ഉണ്ടായിരുന്നില്ല. ഇവർക്ക് സാമൂതിരിയോടോ വേണാട് റൂളറിനോടോ അല്ലെങ്കിൽ പെരുമ്പടപ്പിനോടോ ആരോടും തന്നെ ഒരു അലീജിയൻസും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവരും എന്ത് ചെയ്തില്ല, അവർ യൂണിഫൈഡ് എന്നായിട്ട് നിൽക്കാൻ തയ്യാറായിരുന്നില്ല. സോ അത് മാത്രമല്ല അവർ ഈ ഒരു അവസരത്തെ പോർച്ചുഗീസുകാരുടെ ഒരു വരവിനെ ഒരു അവസരമായി കണ്ടു. എന്തിന് മറ്റു നാട്ടുരാജ്യങ്ങൾക്കെതിരെ ഉപയോഗിക്കാൻ. അതും എന്ത് സംഭവിച്ചു, പോർച്ചുഗീസുകാർക്ക് വളരെ സുഖകരമായിട്ടുള്ള ഒരു 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 എൻട്രൻസ് കേരളത്തിൽ കിട്ടാൻ സാധ്യമായി എന്നുള്ളതാണ്. സോ കോലത്തുനാട് കൊച്ചിയും സാമൂതിരിയുടെ കീഴിലായിരുന്നു. മാത്രമല്ല ഒരുപാട് ആരുടെയും കീഴിലല്ലാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരുപാട് മൈനർ ചീഫ്റ്റൻസ് ഉണ്ടായിരുന്നു. അതിന് ഉദാഹരണമാണ് താനൂര്, മങ്കത്ത്, കൊടുങ്ങല്ലൂർ, അതേപോലെ എടപ്പള്ളി, വടക്കുംകൂർ, കൊല്ലം പോലത്തെ റീജിയണിൽ ലോക്കൽ ചീഫ്റ്റൻസ് ഉണ്ടായിരുന്നു. ആൻഡ് ദ നായർ ചീഫ്റ്റൻസ് എക്സൈഡ് എഫക്റ്റീവ് അതോറിറ്റി ഇൻ ദ ഡൊമൈൻ. ഓരോ ഡൊമൈനിലും അവിടുത്തെ നായർ ചീഫിനായിരുന്നു അതോറിറ്റി. ഈ നായർ ചീഫുകൾക്ക് ഒരു സെൻട്രൽ അതോറിറ്റി ഉണ്ടായിരുന്നില്ല. എന്നാൽ ഏതെങ്കിലും പോർച്ചുഗീസിനെ പോലെ ഒരു വിദേശ ശക്തിയെ തടയാനുള്ള കഴിവ് ഇവർക്ക് ആർക്കും തന്നെ ഒറ്റക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഇവർക്ക് ഒന്നിച്ചു നിന്നാൽ പറ്റുമായിരുന്നു. ഇവർക്ക് ഒറ്റക്ക് നിന്നാൽ പറ്റുമായിരുന്നില്ല. ഈ നായർ ചീഫ്റ്റൻസ് പ്രൊവൈഡഡ് ദ റൂളേഴ്സ് വിത്ത് ഫൈറ്റിംഗ് ഫോഴ്സ്. ഈ നായർ ചീഫുകളാണ് എന്ത് ചെയ്തത്, ഫൈറ്റിംഗ് ഫോഴ്സിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആർക്ക്? റൂളേഴ്സിന്. ആൻഡ് ദ നമ്പൂതിരീസ് were dominating the land with the religious and spiritual authority. ഇനി ലാൻഡിന്റെ കേസ് നോക്കുകയാണെങ്കിൽ, വെൽത്തിന്റെ കേസ് നോക്കുകയാണെങ്കിൽ, ഇറ്റ് വാസ് ഡൊമിനേറ്റഡ് ബൈ നമ്പൂതിരീസ് അല്ലേ. ഈ നായർ റൂളേഴ്സ് ആണ് ഫൈറ്റിംഗ് ഫോഴ്സ് ഉണ്ടായിരുന്നത്. അത് ഡിവൈഡർ ആയിരുന്നു അല്ലേ. നായർ ഫൈറ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് പല ചീഫ്റ്റൻസിന്റെ കീഴിൽ ഡിവൈഡർ ആയിരുന്നു. ഇത് ഇവർക്ക് ആർക്കും തന്നെ ആരോടും ഒരു അലിജിയൻസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഫൈറ്റിംഗ് ഫോഴ്സ് ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഇനി അസറ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ, വെൽത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ, ലാൻഡ് ഓണേഴ്സ് എന്ന് പറയുന്നത് നമ്പൂതിരീസ് ആയിരുന്നു. ആൻഡ് ദേ വർ ഡൊമിനേറ്റിംഗ് ദെയർ ലാൻഡ് വിത്ത് റിലീജിയസ് ആൻഡ് സ്പിരിച്വൽ അതോറിറ്റി. ഇതായിരുന്നു ഈ ഒരു കാലഘട്ടത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ആൻഡ് ബട്ട് ഫോർ ദ അറൈവൽ ഓഫ് ഫോറിനേഴ്സ് ലൈക്ക് Portuguese and Dutch Samorin could have been able to unite to the Samorin could have been unite to the Kerala under one sculpture എന്നുള്ളതാണ്. പക്ഷേ പോർച്ചുഗീസുകാർ വന്ന സമയത്ത് അല്ലെങ്കിൽ ഫോറിനേഴ്സിന് വന്ന സമയത്ത് അന്ന് ആർക്കെങ്കിലും ഒരു യൂണിഫൈ ചെയ്യാൻ സാധിക്കുമായിരുന്നെങ്കിൽ അത് കോഴിക്കോട് സാമൂതിരിക്കായിരുന്നു. ഓക്കെ, കോഴിക്കോട് സാമൂതിരി കോലത്തുനാടും കൊച്ചിയും അടക്കം കീഴടക്കിക്കൊണ്ട്, തിരുനാവായൊക്കെ കീഴടക്കിക്കൊണ്ട് കുറച്ചൊരു പവർഫുൾ എൻറ്റിറ്റി ആയിട്ട് കോഴിക്കോട് സാമൂതിരിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ പോർച്ചുഗീസുകാരെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ അത് സാമൂതിരിക്കായിരുന്നു. പക്ഷേ തുടക്കകാലത്ത് സാമൂതിരി വാസ് ഹാവിങ് ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് പോർച്ചുഗീസ് ആൻഡ് പിന്നീട് കോലത്തുനാടിൻ്റെ സപ്പോർട്ടൊക്കെ പോർച്ചുഗീസിന് കിട്ടും. അതിലേക്ക് നമുക്ക് വരാം. എന്തായാലും സാമൂതിരിക്ക് മാത്രമായിരുന്നു കുറച്ചെങ്കിലും ഇവർക്ക് യൂണൈറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ പറ്റുമോ. പക്ഷേ അതും എന്ത് ചെയ്തില്ല, ആ ഒരു യൂണിഫിക്കേഷൻ നടന്നില്ല. അപ്പോൾ പോർച്ചുഗീസുകാർ വരുന്ന സമയത്ത് കേരളത്തിൻ്റെ ഒരു സിറ്റുവേഷൻ, ഒരു സോഷ്യോ പൊളിറ്റിക്കൽ സിറ്റുവേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒരു ഫ്രാഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഫ്യൂഡൽ പൊളിറ്റിയാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. ആർക്കുണ്ടായിരുന്നില്ല, ഒരു സെൻട്രൽ പവർ ഉണ്ടായിരുന്നില്ല. ഫ്രാഗ്മെൻറ്റഡ് പൊളിറ്റിയാണ്. ആൻഡ് പല നാടുവാഴികളുടെ കീഴിലായിരുന്നു ഈ ഫോഴ്സുകളൊക്കെ ഉണ്ടായിരുന്നത്. ചീഫ്റ്റൻസിൻ്റെ കീഴിലായിരുന്നു. ഇവർക്ക് ആരോടും തന്നെ യാതൊരു കൂറും ഉണ്ടായിരുന്നില്ല. ആൻഡ് ദേ വർ ഫൈറ്റിംഗ് ഈച്ച് അതർ. അവർ പരസ്പരം ഫൈറ്റ് ചെയ്യുമായിരുന്നു. കുറച്ചെങ്കിലും ഒരു ഫ്രീഡം അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻസ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് കോലത്തിരിക്കാവുന്ന കുറച്ചൊരു പവർഫുൾ. പിന്നെ കോഴിക്കോട് സാമൂതിരിനാണ്. അതായത് കോഴിക്കോട് സാമൂതിരിൻ്റെ കീഴിലായിരുന്നു കൊച്ചി. അപ്പോൾ കൊച്ചിക്ക് ആ സമയത്ത് എന്തുണ്ടായിരുന്നില്ല, ഒരു പവർഫുൾ എക്സിസ്റ്റൻസ് ഉണ്ടായിരുന്നില്ല. പിന്നെ വേണാടിൻ്റെ റൂളറായിരുന്ന തിരുവടി, ഇവർക്കാണ് എന്തുണ്ടായിരുന്നത്, കുറച്ചെങ്കിലും ഒരു ഇൻഡിപെൻഡൻസ് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കൊച്ചിയും കോലത്തുനാടും പിന്നീട് ആ സമയമാകുമ്പോഴേക്കും സാമൂതിരിയുടെ കീഴിലേക്ക് പോയി. മാത്രമല്ല ലോക്കൽ ചീഫ്റ്റൻസ് ഒരുപാടുണ്ടായിരുന്നു. താനൂര്, മങ്കത്ത്, അതേപോലെ കൊടുങ്ങല്ലൂർ, എടപ്പള്ളി റീജിയനിലൊക്കെയും തന്നെ ഈ നായർ ചീഫ്റ്റൻസ് ആയിരുന്നു ഫൈറ്റിംഗ് ഫോഴ്സ് കൊടുത്തിരുന്നത്. ഈ ചീഫ്റ്റൻസിന് ഒരു രാജ്യത്തിനോടും അല്ലെങ്കിൽ ഒരു റൂളറിനോടും കൃത്യമായിട്ടുള്ള ഒരു പെർമനൻറ്റ് അലിജിയൻസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു കമ്പൈൻഡ് ഫോഴ്സ് റേസ് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ ആയിരുന്നില്ല. ഓക്കെ, ഇനി വെൽത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, വെൽത്ത് വാസ് കൺട്രോൾഡ് ബൈ നമ്പൂതിരീസ് അല്ലേ. അവരവരുടെ സ്പിരിച്വൽ അതോറിറ്റി ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ റിലീജിയസ് അതോറിറ്റി ഉപയോഗിച്ചുകൊണ്ട് ദേ വർ കൺട്രോളിങ് ലാൻഡ്. അതുകൊണ്ട് വെൽത്ത് അവരായിരുന്നു കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് പോർച്ചുഗീസുകാർ കേരളത്തിലേക്ക് വരുന്നത്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട ഇവൻറ്റുകൾ നമുക്ക് പറയാം. അതിനു മുമ്പ് നമുക്ക് കുഞ്ഞാലി മരക്കാരെ പരിചയപ്പെടാം.
ഓക്കെ, സാമൂതിരിയുടെ ഫ്ലീറ്റ് മെമ്പർ ആയിരുന്ന കുഞ്ഞാലി മരക്കാറെ പരിചയപ്പെടാം, ഫ്ലീറ്റ് കമാൻഡർ ആയിരുന്ന കുഞ്ഞാലി മരക്കാറെ പരിചയപ്പെടാം. കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളിൽ പലപ്പോഴും കുഞ്ഞാലി മരക്കാർ ഒളിഞ്ഞും തെളിഞ്ഞൊക്കെ പോകാറുണ്ട്. സോ കുഞ്ഞാലി മരക്കാറെ പരിചയപ്പെടാം. അതിനുശേഷം നമുക്ക് പോർച്ചുഗീസുകാരിലേക്ക് വരാം, പോർച്ചുഗീസ് ഹിസ്റ്ററിയും കേരളയിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് ആരാണ് കുഞ്ഞാലി മരക്കാർ? കുഞ്ഞാലി മരക്കാർ വാസ് ദ അഡ്മിറൽസ് ഓഫ് സാമൂറിൻ ഫ്ലീറ്റ്. സാമൂതിരിയുടെ കപ്പിത്താനായിരുന്നു കുഞ്ഞാലി മരക്കാർ. ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത് ഒരു സ്ഥാനപ്പേരാണ്. എന്തിൻ്റെ? സാമൂതിരിയുടെ കപ്പിത്താനായിരുന്നു കുഞ്ഞാലി മരക്കാർമാർ എന്ന് പറയുന്നത്. പല കുഞ്ഞാലി മരക്കാർമാരുണ്ടായിട്ടുണ്ട്. എന്തായാലും സാമൂതിരിയുടെ ഫ്ലീറ്റിൻ്റെ കപ്പിത്താൻ, അതായത് അന്ന് സംവാട്ട് പവർഫുൾ ആയിട്ടുള്ള ഒരു നേവിയും ആർമിയും ഉണ്ടായിരുന്നത് സാമൂതിരിക്ക് മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആർക്കെങ്കിലും ഫോറിനേഴ്സിനെ ഒന്ന് ഡിഫെൻഡ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഈ കേരളത്തിലെ നാട്ടുരാജ്യങ്ങളെ യുണൈറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നെങ്കിൽ അതാർക്കാണ്? സാമൂതിരിക്കാണ്. ആ തരത്തിൽ കുറച്ചെങ്കിലും ഒരു ഫോഴ്സും കുറച്ചെങ്കിലും ഒരു പവറും അതോറിറ്റിയും ഉണ്ടായിരുന്ന ഒരു റൂളർ എന്ന് പറയുന്നത് സാമൂതിരിയാണ്. ഈ സാമൂതിരിയുടെ കപ്പൽപ്പടയുടെ കപ്പിത്താനായിരുന്നു ആര്? കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത്. ആൻഡ് ദേ ഡൊമിനേറ്റഡ് ദ വേൾഡ് ഫോർ ഓൾമോസ്റ്റ് എ സെഞ്ചുറി ആൻഡ് ഹെൽപ്ഡ് സാമൂറിൻ ഇൻ ഫൈറ്റ് അഗൈൻസ്റ്റ് പോർച്ചുഗീസ്. പിന്നീട് സാമൂതിരിയും പോർച്ചുഗീസുമാരും തമ്മിൽ നടക്കുന്ന യുദ്ധങ്ങളിൽ വളരെ വലിയൊരു സഹായകരമായി മാറിയിട്ടുള്ളത് കുഞ്ഞാലി മരക്കാറാണ്. ശരിക്കും പറഞ്ഞാൽ പോർച്ചുഗീസുകാരുടെ വളരെ ടെക്നോളജിക്കലി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള വെസൽസാണ്, ഷിപ്പുകളാണ്, അല്ലെങ്കിൽ ആ തരത്തിൽ പവർഫുൾ ആയിട്ടുള്ള ആളുകളാണ്. എങ്കിൽ കൂടി പോർച്ചുഗീസുകാർക്ക് വളരെ ഡിസാസ്റ്ററിങ് ആയിട്ടുള്ള ഡിഫീറ്റുകൾ കൊടുക്കാൻ പലപ്പോഴും കുഞ്ഞാലി മരക്കാർമാർക്ക് സാധിച്ചിട്ടുണ്ട്. സോ ആ തരത്തിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി ആയിരുന്നു, അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആയിരുന്നു കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത്. ആൻഡ് ദ മരക്കാർ ഫാമിലി, ഇവരുടെ തുടക്കം നമ്മൾ നോക്കുകയാണെങ്കിൽ മരക്കാർ ഫാമിലി ആർ റിമാർക്കബിൾ നേവൽ ക്യാപ്റ്റൻസ് whose powers makes them the നെയിം ഓഫ് മലബാർ പൈററ്റ്സ്. മലബാർ പൈററ്റ്സ് എന്നുള്ള നെയിം സ്വീകരിക്കാൻ മാത്രം പവർഫുൾ ആയിട്ടുള്ള ക്യാപ്റ്റൻസ് കുഞ്ഞാലി മരക്കാർമാർക്കിടയിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മരക്കാർ ഫാമിലിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ they were regarded as a descendant of Muhammad, a Mappala merchant of Kochi who was settled in പൊന്നാനി. കൊച്ചിയിൽ നിന്ന് പൊന്നാനിയിലേക്ക് വന്ന് സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു മാപ്പിള മർച്ചന്റ് ആയിരുന്നു മുഹമ്മദ്. അവരുടെ ഡിസെൻഡൻസ് ആണ്, അല്ലെങ്കിൽ അവരുടെ പരമ്പരയാണ് മരക്കാർ പരമ്പര, അല്ലെങ്കിൽ കുഞ്ഞാലി മരക്കാർമാരുടെ കുടുംബം എന്നാണ് പറയപ്പെടുന്നത്. അതായത് അറബ് മെർച്ചൻസ് ആണ്. അതായത് മാപ്പിള എന്ന് പറയുന്നത് ആരാണ്? മാപ്പിള കമ്മ്യൂണിറ്റി ആരാണ്? മാപ്പിള കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അറബ് മെർച്ചൻസ്, അല്ലെങ്കിൽ അറേബ്യൻസ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ്, അല്ലേ? ഇവിടെ സെറ്റിൽ ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ്. അങ്ങനെ അറേബ്യൻ മെർച്ചൻസിന്റെ ഒരു കമ്മ്യൂണിറ്റി ആയിരുന്ന ഒരു മാപ്പിള മെർച്ചന്റ് ആയിരുന്ന ഒരു മുഹമ്മദിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു മുഹമ്മദിന്റെ പരമ്പരയിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? കുഞ്ഞാലി മരക്കാർമാരുണ്ടാവുന്നത്. സോ അതുകൊണ്ട് തന്നെ മരക്കാസിന് നമുക്ക് ഡിസെൻഡൻസ് ഓഫ് അറബ് മെർച്ചൻസിന്റെ ഡിസെൻഡൻസ് ആണ് മരക്കാർമാർ എന്ന് നമുക്ക് പറയാം. ആൻഡ് ഇറ്റ് സീംസ് ലൈക്ക് കുഞ്ഞാലി ഹെയിൽഡ് ഫ്രം പന്തലാനിക്കൊല്ലം. അപ്പോൾ ആദ്യം കൊച്ചിയിൽ നിന്നാണ് വന്നത്. കൊച്ചിയിൽ നിന്ന് അവർ പൊന്നാനി സെറ്റിൽ ചെയ്യുന്നു. പൊന്നാനിയിൽ നിന്ന് പന്തലാനി കൊല്ലത്തേക്ക് പിന്നീട് അവർ ഫാമിലി മാറുന്നുണ്ട്. പന്തനാലിയിൽ നിന്ന് തിക്കോടിയിലേക്കും, തിക്കോടിയിൽ നിന്ന് കോട്ടക്കലിലേക്കും, അവസാനം പുതുപട്ടണത്തിലേക്കും മരക്കാർ ഫാമിലി സെറ്റിൽ ചെയ്തു എന്നുള്ളതാണ്. സോ മരക്കാർ ഫാമിലി കൊച്ചിയിലെ അറബ് മെർച്ചൻ്റ് ആയിരുന്നു. അദ്ദേഹം പിന്നീട് പൊന്നാനി വന്ന് സെറ്റിൽ ചെയ്ത് മുഹമ്മദ്. അതിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? ഈ മരക്കാർ ഫാമിലി ഉണ്ടാവുന്നത്, മരക്കാർമാരുണ്ടാവുന്നത്. മരക്കാർമാർ ആദ്യം കേന്ദ്രീകരിച്ചത് പന്തലാനി കൊല്ലത്താണ്. അവിടുന്ന് തിക്കോടിയിലേക്കും, അവിടുന്ന് കോട്ടക്കലിലേക്കും, അവിടുന്ന് പുതുപട്ടണത്തിലേക്കും എന്താണ് അവർ മാറുകയാണ്. ആൻഡ് ദ വേർഡ് മരക്കാർ, ഈ മരക്കാർ എന്ന് പറയുന്ന വേർഡ് വന്നത് അറബ് വേർഡിൽ നിന്നല്ല, അതൊരു തമിഴ് വേർഡിൽ നിന്നാണ്. അതായത് മറക്കാലം എന്ന് പറയുന്ന ഒരു തമിഴ് വേർഡ്, അതായത് മറക്കാലം മീൻസ് ക്യാപ്റ്റൻ ഓഫ് ഷിപ്പ് എന്ന് പറയുന്ന അർത്ഥം വരുന്ന മറക്കാലം എന്ന് പറയുന്ന തമിഴ് വേർഡിൽ നിന്നാണ് മരക്കാർമാർ എന്ന് പറയുന്ന ഈ ഒരു കമ്മ്യൂണിറ്റി നെയിം, ഈ ഒരു ഫാമിലി നെയിം ഉണ്ടായത്. ഈ ഒരു ഫാമിലി നെയിം പിന്നീട് ദ സീ ഗോയിങ് ഫോക്ക് ഓഫ് മലബാർ ഇസ് കോൾഡ് മലക്കാർ. കടലിൽ പോകുന്ന മലബാറിലെ ആളുകളെ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിച്ച ഒരു ടേമായിട്ട് മരക്കാർ എന്ന് പറയുന്ന ഒരു ടേം മാറുന്നുണ്ട്. സോ കുഞ്ഞാലി മരക്കാർ അങ്ങനെ ഒരു ഫാമിലി ടേമാണ്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ടേമാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി കുഞ്ഞാലി മരക്കാർമാരിലേക്ക് വരികയാണെങ്കിൽ കേരള ഹിസ്റ്ററിയിൽ 4 കുഞ്ഞാലി മരക്കാർമാരുണ്ടായിട്ടുണ്ട്. ഓൾ ടുഗദർ there were 4 കുഞ്ഞാലിസ് who figure in the history of Kerala besides കുട്ടിയാലി പട്ടുമരിക്കാർ എന്നൊക്കെ പറയുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട സമയങ്ങളിലെ പ്രധാനപ്പെട്ട മരക്കാർ ക്യാപ്റ്റൻസ് ആണ്. അതായത് സാമൂറിൻ ഫ്ലീറ്റിന്റെ ക്യാപ്റ്റൻസ് ആണ്. പക്ഷേ 4 കുഞ്ഞാലി മരക്കാർമാർ തന്നെ ഉണ്ടായിട്ടുണ്ട്. 4 കുഞ്ഞാലി മരക്കാരും കുട്ടിയാലിയും പട്ടുമരക്കാറുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫിഗേഴ്സ് ഇൻ മരക്കാർ ഫാമിലി. മരക്കാർ ഫാമിലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫിഗേഴ്സ് ആണ് ഞാൻ പറഞ്ഞത്. 4 കുഞ്ഞാലി മരക്കാറുണ്ട്, അതേപോലെ കുട്ടിയാലി മരക്കാറുണ്ട്, അതേപോലെ പട്ടുമരക്കാറുണ്ട്. സോ ഇവർ 6 പേരാണ് ഈ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിഗർ. അതിൽ നമുക്ക് ഹിസ്റ്ററി ആരംഭിക്കുന്നത് കുഞ്ഞാലി മരക്കാരോട് കൂടിയാണ്. കുഞ്ഞാലി 1
വാസ് ദ അഡ്മിറൽ ഓഫ് കാലിക്കറ്റ് ഫ്ലീറ്റ് ഫ്രം 1507. അതായത് പോർച്ചുഗീസുകാരുടെ തുടക്കകാലത്ത് കാലിക്കറ്റ് ഫ്ലീറ്റിന്റെ അഡ്മിറൽ ആരായിരുന്നു? കുഞ്ഞാലി 1 ആയിരുന്നു. കുഞ്ഞാലി 1. ആൻഡ് ഹി ഓർഗനൈസ്ഡ് നേവൽ ഡിഫൻസ് അഗൈൻസ്റ്റ് പോർച്ചുഗീസുമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് ആദ്യ കാലഘട്ടത്തിൽ നേവൽ ഡിഫൻസ് ഓർഗനൈസ് ചെയ്തിരുന്നത് കുഞ്ഞാലി 1 ആണ്. ആൻഡ് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്യാപ്റ്റൻ ആയിരുന്നു കുഞ്ഞാലി 1. In brilliant strategies, he avoided pitched battles and inflicted heavy casualties on Portugal in the possession of Ceylon. പോർച്ചുഗീസുമായിട്ട് അറേബ്യൻ സീയിൽ ഡയറക്റ്റ് കോൺഫ്ലിക്റ്റുകൾ ഒഴിവാക്കി പോർച്ചുഗീസിന്റെ സിലോണിലുള്ള, അതായത് എവിടെ ശ്രീലങ്കയിലുള്ള പൊസിഷൻസ് അറ്റാക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയാണ് കുഞ്ഞാലി 1 ഉണ്ടായിരുന്നത്. ആൻഡ് ഇറ്റ് വാസ് എ വെരി ബിഗ് സക്സസ് അല്ലേ. അതായത് പോർച്ചുഗീസുകാർ ഇവിടെ ഒരു പൊസിഷൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ദേ ആർ ഓൾറെഡി ഹാവിംഗ് പൊസിഷൻസ് ഇൻ സിലോൺ. അതുകൊണ്ട് ഇവിടുത്തെ ഡയറക്റ്റ് കോൺഫ്ലിക്റ്റുകൾ ഒഴിവാക്കി സിലോണിലെ പൊസിഷൻസ് അറ്റാക്ക് ചെയ്യുക. സോ വിച്ച് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ടു പോർച്ചുഗീസ്. അതുകൊണ്ട് ആ ഒരു സ്ട്രാറ്റജിയാണ് കുഞ്ഞാലി 1 ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം വരുന്ന അദ്ദേഹത്തിൻ്റെ സക്സസ് ആണ് കുട്ടിയാലി മരക്കാർ. അപ്പോൾ കുഞ്ഞാലി 1 നമുക്കൊരു സക്സസ്ഫുൾ ക്യാപ്റ്റനായിട്ട് കൺസിഡർ ചെയ്യാം. അതിനുശേഷമാണ് കുട്ടിയാലി മരക്കാർ എന്ന് പറയുന്ന ഒരു സക്സസ് വരുന്നത്. ആൻഡ് കുട്ടിയാലി യൂസ്ഡ് അറ്റാക്ക് ഹിറ്റ് ആൻഡ് റൺ. നേവൽ ഷിപ്പുകളെ അല്ലെങ്കിൽ പോർച്ചുഗീസ് ഷിപ്പുകളെ അടിച്ചിട്ട് ഓടുക, അല്ലെങ്കിൽ ഗറില്ല വാർഫെയർ ഇൻ വാട്ടർ ഒരു ഗറില്ല വാർഫെയർ ഇൻ ഓഷ്യൻ എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയാണ് കുട്ടിയാലി മരക്കാർക്ക് ഉണ്ടായിരുന്നത്. കുട്ടിയാലി മരക്കാറാണ് ഈ ഒരു ഹിറ്റ് ആൻഡ് റൺ പോളിസി ഉണ്ടാക്കിയത്. ആൻഡ് ഹി വാസ് ക്യാപ്ചർഡ് ബൈ പോർച്ചുഗീസ് ഗവർണർ സംബായോ. പിന്നീട് പോർച്ചുഗീസ് ഗവർണർ ആയിരുന്ന സംബായോ എന്ത് ചെയ്യാണ്? ഈ കുട്ടിയാലി മരക്കാരനെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. പിന്നീട് ഈ ഒരു ഫ്ലീറ്റ് റീഓർഗനൈസ് ചെയ്യുന്നത് പച്ചാച്ചി മരക്കാറും അതേപോലെ കുഞ്ഞാലി 2 അതേപോലെ അലി ഇബ്രാഹിം, ഇവർ 3 പേർ കൂടിയതാണ്. അതായത് പച്ചാച്ചി മരക്കാർ, കുഞ്ഞാലി 2 അതേപോലെ അലി ഇബ്രാഹിം, ഇവർ 3 പേരും കൂടെയാണ് പിന്നീട് കുട്ടിയാലിക്ക് ശേഷം ഈ ഒരു ഫ്ലീറ്റ് ഓർഗനൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്യാപ്റ്റൻ ചെയ്യുന്നത്. ആൻഡ് ആഫ്റ്റർ കുഞ്ഞാലി 1 and 2, കുഞ്ഞാലി 3 ഡയറക്റ്റഡ് ദ നേവൽ ഓപ്പറേഷൻസ് ഫ്രം പോർച്ചുഗീസ്. അതിനുശേഷം, അതായത് കുഞ്ഞാലി 2ന്റെ ഒരു കാലഘട്ടത്തിന് ശേഷമാണ് കുഞ്ഞാലി 3 ഈ സാമൂരിയൻ ഫ്ലീറ്റിന്റെ ലീഡർഷിപ്പിലേക്ക് വരുന്നത്, ഈ സാമൂരിയൻ ഫ്ലീറ്റിന്റെ ലീഡർ ആവുന്നത്. പിന്നെ കുഞ്ഞാലി 3 എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ് ഈ ഒരു നേവിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ മോഡേണൈസ്ഡ് നേവി മാനുഫാക്ചർഡ് ആംസ് ആൻഡ് അമ്യൂണിഷൻ ലോക്കലി ഇറക്റ്റഡ് ഒബ്സർവേഷൻ പോസ്റ്റ് വിച്ച് മൂവ്മെന്റ് ഓഫ് എനിമി ഷിപ്സ്. അങ്ങനെ വലിയ റിഫോംസ് നേവിയിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു കമാൻഡറാണ് കുഞ്ഞാലി 3 എന്ന് പറയുന്ന കമാൻഡർ. അതിനുശേഷം ഈ കൺട്രോൾഡ് ഇന്ത്യൻ ഓഷ്യൻ ഫ്രം പേർഷ്യൻ ഗൾഫ് ടു സിലോൺ, വളരെ പവർഫുൾ ആയിട്ടുള്ളതായിരുന്നു. ഇന്ത്യൻ ഓഷ്യൻ, പേർഷ്യൻ ഗൾഫ് മുതൽ സിലോൺ വരെയുള്ള ഇന്ത്യൻ ഓഷ്യൻ ഫുള്ള് കൺട്രോൾ ചെയ്തിരുന്നത് കുഞ്ഞാലി 3യുടെ ഫോഴ്സസ് ആയിരുന്നു. സോ ആ തരത്തിൽ പവർഫുൾ ആയിട്ടുള്ള അഡ്മിറൽ ആയിരുന്നു കുഞ്ഞാലി 3 എന്ന് പറയുന്നത്. ആർമി മോഡേണൈസ് ചെയ്യുന്നത്, ഈ വാച്ച് പോസ്റ്റുകൾ, ഒബ്സർവേഷൻ പോസ്റ്റുകൾ ഉണ്ടാക്കുന്നത്, അതേപോലെ ലോക്കലി മാനുഫാക്ചർഡ് ആയിട്ടുള്ള അമ്യൂണറേഷൻ ആർമിയിൽ കൊണ്ടുവരുന്നതൊക്കെയും തന്നെ ഈ ഒരു കാലഘട്ടത്തിലാണ്. ആൻഡ് ഹീസ് ഫോഴ്സ്ഡ് പോർച്ചുഗീസ് ടു കോംപ്രമൈസ് വിത്ത് സാമൂരിയൻ സറണ്ടറിങ് ചാലിയം കീഴടങ്ങുന്നത്. പോർച്ചുഗീസുകാർ ചാലിയം സാമൂതിരിക്ക് വിട്ടുകൊടുക്കുന്നത് ആരുടെ കാലഘട്ടത്തിലാണ്? കുഞ്ഞാലി 3യുടെ കാലഘട്ടത്തിലാണ്. ആൻഡ് ദാറ്റ് വാസ് എ ബിഗ് ഇവന്റ്, യു നോ. അതായത് പോർച്ചുഗീസ് ഹിസ്റ്ററി ഇൻ കേരളയിൽ തന്നെ പോർച്ചുഗീസിൻ്റെ ഏറ്റവും വലിയൊരു സെറ്റ് ബാക്ക് ആയിരുന്നു ചാലിയം ഫോർട്ട് നഷ്ടപ്പെടുക എന്നുള്ളത്. സോ ചാലിയം ഫോർട്ട് പിടിച്ചെടുക്കുന്നത് സാമൂതിരിയെ സഹായിച്ചിട്ടുള്ളത് കുഞ്ഞാലി 3 ആണ്. അപ്പോൾ ഏറ്റവും സക്സസ് ആയിട്ടുള്ള ഒരു നേവി എന്ന് പറയുന്നത് കുഞ്ഞാലി 3യുടെ ഒരു നേവി ആയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആൻഡ് ദ ഫാൾ ഓഫ് ചാലിയം സീൽഡ് ദ ഫേറ്റ് ഓഫ് പോർച്ചുഗീസ് ഇൻ കേരള. കേരളത്തിൽ തന്നെ പോർച്ചുഗീസുകാരുടെ ഫാളിന് തുടക്കം കുറിച്ചിട്ടുള്ള ഒരു ഇവൻ്റാണ് ചാലിയം ഫോർട്ടിൻ്റെ ഒരു പരാജയം എന്ന് പറയുന്നത്, ചാലിയം ഫോർട്ട് നഷ്ടപ്പെടുക എന്ന് പറയുന്നത്. സോ അതിന് കാരണമായിട്ടുള്ളത് കുഞ്ഞാലി 3 ആണ്. Okay, and in recognition of this service, Samorin conferred upon Kunyali 3 several rights, including the right of erect a fort at Pudupattanam, which became famous at Marakkar Kota in 1572. ഓക്കെ, അതായത് ചാലിയൻ ഫോർട്ട് പിടിച്ചെടുത്തതോടുകൂടിയാണ് കുഞ്ഞാലി 3യിൽ സാമൂതിരി കൂടുതൽ രാധാകൃഷ്ണനാവുന്നതും പുതുപട്ടണത്ത് ഒരു ഫോർട്ട് ഉണ്ടാക്കാൻ കുഞ്ഞാലി 3 അനുവദിക്കുകയും ചെയ്യുന്നത്. ആ ഫോർട്ടാണ് മരക്കാർ കോട്ട എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1572 മരക്കാർ കോട്ട ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി കുഞ്ഞാലി 3ക്ക് ശേഷം അധികാരത്തിൽ വരുന്നത് കുഞ്ഞാലി 4 ആണ്. കുഞ്ഞാലി 4 ബിക്കം അഡ്മിറൽ ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് കുഞ്ഞാലി 3. കുഞ്ഞാലി 3യുടെ ഡെത്തിന് ശേഷം കുഞ്ഞാലി 4 ആണ് അധികാരത്തിൽ വരുന്നത്. ആൻഡ് ഈസ് റിലേഷൻഷിപ്പ് വിത്ത് സാമൂതിരി വാസ് നോട്ട് ഹൗവർ ഓഡിയൽ. അദ്ദേഹത്തിന് സാമൂതിരിയുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ആയിരുന്നില്ല. സാമൂതിരിയുടെ ഒരു ട്രെച്ചറിയോടുകൂടി കുഞ്ഞാലി 4 മരണപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെയാണ് കുഞ്ഞാലി മരക്കാർ 4ന്റെ കഥ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. സോ കുഞ്ഞാലി മരക്കാർമാരെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കുഞ്ഞാലി മരക്കാർ ആരാണ് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. സാമോറിയൻ ഫ്ലീറ്റിന്റെ അഡ്മിറൽ അല്ലെങ്കിൽ ക്യാപ്റ്റൻ എന്ന് പറയുന്ന സ്ഥാനം അലങ്കരിച്ചിരുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് കുഞ്ഞാലി മരക്കാർ. അല്ലെങ്കിൽ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞുകൂടാ, ഒരു സീരീസ് ഓഫ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു സ്ഥാനപ്പേരെന്ന് നമുക്ക് വിളിക്കാൻ വേണ്ടി സാധിക്കും. മലബാർ പൈററ്റ്സ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഫാമിലിയാണ്. കാരണം അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള നേവൽ കമാൻഡേഴ്സ് ആർക്കുണ്ടായിരുന്നു? ഈ മരക്കാർ ഫാമിലിയിൽ ഉണ്ടായിരുന്നു. ഇനി ഇവരുടെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ കൊച്ചിയിൽ നിന്ന് പൊന്നാനി വന്ന് സെറ്റിൽ ചെയ്ത ഒരു മാപ്പിള മെർച്ചൻ്റ് ആയിട്ടുള്ള മുഹമ്മദിൻ്റെ ഡിസെൻഡൻസ് ആണ് മരക്കാർ ഫാമിലി എന്ന് പറയുന്നത്. അതിന്
അങ്ങനെ അതുകൊണ്ട് തന്നെ നമുക്ക് അറബ് മെർച്ചൻസിൻ്റെ ഒരു ഡിസെൻഡൻസ് ആണെന്ന് പറയാൻ വേണ്ടി സാധിക്കും. അതിൽ കുഞ്ഞാലി എന്ന് പറയുന്നത് പിന്നീട് കുഞ്ഞാലീസ് വരുന്നത് പന്തലായനി കൊല്ലം കേന്ദ്രീകരിച്ചാണ്. സോ ആ ഒരു പരമ്പരയിൽ കുഞ്ഞാലി ഉണ്ടാകുന്നത് പന്തലായനി കൊല്ലത്താണ്. സോ പന്തലായനി കൊല്ലത്ത് നിന്ന് തിക്കോടിയിലേക്കും തിക്കോടിയിൽ നിന്ന് കോട്ടക്കലിലേക്കും കോട്ടക്കലിൽ നിന്ന് പുതുപട്ടണത്തിലേക്കും ഒരു മാറുന്നുണ്ട്. ആൻഡ് മരക്കാർ എന്ന് പറയുന്നത് തമിഴ് വേർഡ് ഇൻസ്പയർഡ് ആണ്. അറബിക് വേർഡ്, ഉറുദു വേർഡ്, പേർഷ്യൻ വേർഡാന്ന് വിചാരിക്കരുത്. മരക്കാർ എന്ന് പറയുന്നത് മരക്കാളം എന്ന് പറയുന്ന തമിഴ് വേർഡിൽ നിന്നാണ്. ക്യാപ്റ്റൻ ഓഫ് എ ഷിപ്പ്, ഒരു ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ എന്നർത്ഥം വരുന്ന മരക്കാലം എന്ന് പറയുന്ന ആ ഒരു ടേമിൽ നിന്നാണ് മരക്കാർ എന്ന് പറയുന്ന ടേം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കടലിൽ പോകുന്ന ആളുകളെ ആണ് മരക്കാർസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി കുഞ്ഞാലീസിലേക്ക് വരികയാണെങ്കിൽ 4 കുഞ്ഞാലികൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഒരു കുട്ടിയാലി, ഒരു പട്ടുമരയ്ക്കാർ, അങ്ങനെ 6 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേരാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർമ്മിച്ച് വെക്കേണ്ടത്. കുഞ്ഞാലി 1 എന്ന് പറയുന്നത് 1507 കാലിക്കറ്റ് ഫ്ലീറ്റിൻ്റെ അഡ്മിറൽ ആയിരുന്നു. അദ്ദേഹമാണ് പോർച്ചുഗീസിനെതിരെ തുടക്കകാലത്ത് വലിയ രീതിയിലുള്ള ഡിഫൻസ് ഉണ്ടാക്കിയത്, സിലോൺ അറ്റാക്ക് ചെയ്തത്, സിലോൺ പോർച്ചുഗീസ് പൊസിഷൻസ് ഒക്കെ പിടിച്ചെടുക്കുന്നതൊക്കെ കുഞ്ഞാലി 1ൻ്റെ ഒരു ഹിസ്റ്ററിയിൽപ്പെട്ടതാണ്. അതിനുശേഷമാണ് കുട്ടിയാലി സക്സസ് ആവുന്നത്. കുട്ടിയാലി പോർച്ചുഗീസിന് ഹിറ്റ് ആൻഡ് റൺ പോളിസിയിലൂടെ വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഒരു കമാൻഡറാണ്. അങ്ങനെ കുട്ടിയാലി വാസ് ക്യാപ്ചർഡ് ബൈ പോർച്ചുഗീസ് ഇൻ സംബായോ, കച്ചുഗൾസ് ഗവർണർ സംബായോ. പോർച്ചുഗീസ് ഗവർണറായിരുന്ന സംബായോമാണ് കുട്ടിയാലി മരക്കാരെ പിടിച്ചെടുക്കുന്നത്. അതിനുശേഷം പച്ചാച്ചി മരക്കാറും അതേപോലെ കുഞ്ഞാലി 2ഉം അതേപോലെ അലി എബ്രഹാമും കൂടിയിട്ടാണ് ഈ ഫ്ലീറ്റ് എന്ത് ചെയ്യുന്നത്, റീഓർഗനൈസ് ചെയ്യുന്നത്. അതിനുശേഷം കുഞ്ഞാലി 3 അധികാരത്തിൽ അഡ്മിറൽ ആവുന്നു. കുഞ്ഞാലി 3 അഡ്മിറൽ ആവുന്നതോടുകൂടി വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് കുഞ്ഞാലി 3 വരുന്നു. അവർക്ക് എന്ത് ചെയ്യുന്നു, വളരെ ആർമിയിൽ വലിയ റിഫോംസ് കൊണ്ടുവരുന്നു, മോഡേണൈസേഷൻ നടക്കുന്നു. അങ്ങനെ മൂവ്മെൻറ്റ് ഷിപ്പും വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒബ്സർവേഷൻ പോസ്റ്റുകൾ ഉണ്ടാക്കുന്നു. അങ്ങനെ വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള ഒരു ആർമി ആയിട്ട് സാമൂതിരിയുടെ നേവിയായിട്ട് സാമൂതിരിയുടെ ഫ്ലീറ്റിനെ മാറ്റുന്നത് കുഞ്ഞാലി 3 ആണ്. ഓക്കെ, അപ്പോൾ പേർഷ്യൻ ഗൾഫ് മുതൽ സൈലോൺ വരെ കൺട്രോൾ ചെയ്തിരുന്ന അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു കമാൻഡർ ആയിരുന്നു കുഞ്ഞാലി 3 എന്ന് പറയുന്നത്. പോർച്ചുഗീസുകാർക്ക് വലിയ ലോസാണ് കുഞ്ഞാലി 3 നിന്നുണ്ടായത്. അതിന് ഉദാഹരണമാണ് ചാലിയം ഫോർട്ട് കീഴടക്കിയത്. അപ്പോൾ ചാലിയം ഫോർട്ടൊക്കെ കീഴടക്കുന്നതോടുകൂടി കേരളത്തിൽ പോർച്ചുഗീസിൻ്റെ പതനം ആരംഭിച്ചു എന്നാണ് പറയേണ്ടത്. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഒരു അഡ്മിറൽ ആയിരുന്നു കുഞ്ഞാലി 3 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കുഞ്ഞാലി 3യോടുള്ള ഈ ഒരു റെസ്പെക്റ്റിൻ്റെ പേര്, ചാലിയം ഫോർട്ട് പിടിച്ചെടുത്തതിൻ്റെ റെസ്പെക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് പുതുപ്പട്ടണത്തിൽ ഒരു ഫോർട്ട് കെട്ടാൻ അനുവദിക്കുന്നത്, സാമൂതിരി അനുവദിക്കുന്നത്. ആ ഫോർട്ടാണ് മരക്കാർ കോട്ട. അത് കെട്ടിയിട്ടുള്ളത് 1572-ലാണ്. ഇനി കുഞ്ഞാലി 3യുടെ ഭരണത്തിന് ശേഷമാണ് കുഞ്ഞാലി 4 ക്യാപ്റ്റൻ ആവുന്നത്. കുഞ്ഞാലി 4ന് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി ഉണ്ടായിരുന്നില്ല. സാമൂതിരിയുമായിട്ട് അദ്ദേഹം നല്ല ടേംസിലായിരുന്നില്ല. ആ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എന്തായാലും കുഞ്ഞാലി മരക്കാറിലൂടെ നമ്മൾ അഡ്വന്റ് ഓഫ് യൂറോപ്യൻസ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക് ആരംഭിക്കുകയാണ്. സോ കുറച്ച് നീളമുള്ള ടോപ്പിക്കാണ്, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഈ കാര്യങ്ങൾ നമുക്ക് അടുത്തൊരു വീഡിയോയോട് കൂടി ഫർദർ ടോപ്പിക്കുകളിലേക്ക് നീങ്ങാം. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.